നന്നായി കിട്ടിയിട്ടുണ്ട്. നമ്മളിനി കഴിക്കാൻ പോകുകയാണ്. ശുചിക്കുട്ടി റെഡി ആയിരിക്കുന്നതാ. ശുചിക്കുട്ടി ഇടയിൽ കൂടെ എടുക്കുന്നതാ. ശുചിക്കുട്ടിക്ക് ക്ഷമയില്ല. അതാ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലില്ല, മുള്ളില്ല, ഒന്നുമില്ല. ധൈര്യത്തിൽ കണ്ണും ചിമ്മി തിന്നാം. കുട്ടികൾക്ക് തിന്നാം, വലിയവർക്ക് തിന്നാം, വയസ്സന്മാർക്കും തിന്നാം. ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത്, നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ ശുചിക്കുട്ടിനൊക്കെ ഇഷ്ടപ്പെട്ട ചിക്കൻ വറുത്തത് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. നേരെ പിടിക്കാനൊന്നും അറിയില്ല. അതെ, കുറച്ചായി കുക്കിംഗ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട്, അത് കാരണം ശുചിക്കുട്ടി നേരെ മുറുക്കിയിട്ടുണ്ട്. ഇതിൽ നോക്കി ശുചിക്കുട്ട, അങ്ങനെ മുറുക്കി ചിക്കൻ. ശുചിക്കുട്ടിക്ക് നൈസാക്കി, എല്ലില്ലാത്ത ചിക്കനാണിത്. എല്ലില്ലാത്ത ചിക്കനെ നൈസാക്കി മുറിക്കണം, അങ്ങനെ നീളത്തിൽ. അപ്പം നീളത്തിൽ നമുക്ക് വറുത്തെടുക്കാം ചന്തത്തിൽ. കുട്ടികൾക്കും പേടിയില്ലാതെ കൊടുക്കാം അല്ലേ? ഓ, എല്ലാവർക്കും കഴിക്കാം. എല്ലില്ലല്ലോ, കുട്ടികൾക്കും എല്ലാവർക്കും ഒരുമാതിരി സുഖമായി കഴിക്കാം. പിഴിഞ്ഞൊഴുക്കിയതാ ശുചി മുറുക്കി, നാരങ്ങ മുറുക്കി. ശുചിക്കുട്ടി മുറുക്കി, നാരങ്ങ മുറുക്കി. ശുചിക്കുട്ട നാരങ്ങ മുറിച്ചെടുക്കും. കൈ തട്ടണ്ട, നോക്കി മുറുക്കി. ശുചി ഇങ്ങനെ പിഴിഞ്ഞോ, നാരങ്ങ പിഴിഞ്ഞോ. എന്നിട്ട് ഇങ്ങനെ പിഴിഞ്ഞോ, ഇങ്ങനെ പിഴിഞ്ഞോ, മണം നോക്കണ്ട, അങ്ങനെ പിഴിഞ്ഞോ. നാരങ്ങ പിഴിഞ്ഞു ശുചി. ശുചിന് സന്തോഷമാണ്, ചിക്കനല്ലേ ഉണ്ടാക്കുന്നത്. ശുചിക്കുട്ടിക്ക് ഉഷാറാണ്. നാരങ്ങ ചില്ലി ചിക്കൻ പൊടി ഇടാണ് ശുചിക്കുട്ട. നന്നായി ഇളക്കണം ടെനി. രണ്ട് കൈയും കൊണ്ട് മിക്സ് ചെയ്യേ. ചിക്കൻ്റെ പൊടിയൊക്കെ എല്ലാവരുടെയും ചിക്കനിൽ പൊടിക്കട്ടെ. ചില്ലി ചിക്കൻ പൊടി ഇത് മുഖത്തൊക്കെ കൊണ്ട് തേക്കുമെന്തോ. ചില്ലി ചിക്കൻ പൊടി എല്ലാവരുടെയും ആകട്ടെ ശുചിക്കുട്ട. ചിക്കനില് മുഖത്തൊന്നും തേക്കണ്ടാട്ടാ, മണം നോക്കാൻ പറ്റില്ല. എന്തിനാ മസാല പറ്റണേ? ചിക്കനിലെ മസാല പറ്റണേ. ആർക്കാണ് ചിക്കന്? ആർക്കാ ചിക്കന്? പറഞ്ഞതാ ഷിജുവിന് പറയൂ. അങ്ങനെയല്ല, ഷിജു പറയൂ. ഷിജുവിനെ ഷിജു. അപ്പോൾ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടൻ്റെ വെള്ള എടുക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ടാണ് നമ്മത് വറുക്കുക. അപ്പോൾ ശുചിക്കുട്ടി ആദ്യം മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നാ ശുചിക്കുട്ടി പൊട്ടിക്കുക. ആ കൈ കൊണ്ട് പിടിപ്പിക്കാനാ? അവൻ പിടിക്കും. ആ ഒരു കൈ കൊണ്ട് പിടിപ്പിക്കും. ശുചി പിടിക്കും. ഇങ്ങനെയല്ല, ഇതിലൊടക്കി ഇങ്ങനെ. കോഴിമുട്ടി പിടിക്ക്. ചീക്കുട്ടി തുറക്ക്. അതിൽ കൊണ്ടൊഴിക്കണ്ട മഞ്ഞക്കരു. അതാ കൊണ്ടൊഴിച്ചു. അതങ്ങനെ അതാ അതും പോണം. അതെല്ലാം അങ്ങനെ വീഴുള്ളൂ. അതാ ഒന്നായി ഒഴിക്കും. കുറച്ചായിട്ട് കുക്കിംഗ് ചെയ്യാത്ത കാരണം ആൾക്ക് എല്ലാം ഒന്ന് മറന്നിട്ടുണ്ട്. പാട്ട് പാടുകയാണ് ശരി. ഇതാ ചിക്കനിൽ നമ്മൾ മസാലയൊക്കെ പുരട്ടിയതൊക്കെ അരമണിക്കൂർ കഴിഞ്ഞു. ഉപ്പും മുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇപ്പം നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇനി ഇത് മുട്ടൻ്റെ വെള്ളയിൽ മുക്കിയെടുക്കാതാ. അതേമാതിരി ഇതാ മുട്ടൻ്റെ വെള്ളയിൽ ഇങ്ങനെ മുക്കിയ ശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ ഇതാ അങ്ങനെ വതറും. ഇതാ എത്ര തന്നെ വതറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുക്കും. കുടഞ്ഞ ശേഷം ഇതാ എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കും. ഇതാ ചീക്കുട്ട പിടിക്ക്. ചീക്കുട്ടി ഇങ്ങനെ ചെയ്യും. മാമാനെ സ്പീഡിൽ ആയിപ്പിക്കണം എന്നാ. എന്നിട്ട് അവസാനം ഇങ്ങനെ ഒന്ന് കുടയണം. ഇതാ നീളത്തിലാണ് ഇതാ മുറിച്ചെടുത്തിരിക്കുന്നതാ. ഇതാ എടുത്തിട്ട് ഇവിടെ ഇട്. അതാ ഇങ്ങനെ കൊണ്ടിട്ട് നീളത്തിലിടാണ്ട് കാണിച്ചു തരാം. ഇതിൽ ഇവിടെ പിടിക്ക്. നീളത്തിൽ മാമ കാണിച്ചു തരാം. ഇവിടെ പിടിക്കും. ഗുഡ് ബോയ്. കാണിച്ചു തരാം. നീളത്തിലൊന്നും കിട്ടാ. ചിരിവിടെ പിടിച്ചിട്ട് വരുന്നെടുക്കും. നീ അതെടുക്കും. അത് വന്നിട്ടില്ല. അതെടുക്കും. ഇതെടുക്കും. ഇപ്പുറത്ത് ഇതെടുക്കും. ഞാൻ അതെടുക്കും. മെല്ലെ എടുക്കും. അത് പിടിക്കും. പാത്രം പിടിക്കും. ഞാൻ അടുത്തിടണ്ടേ? ഇവിടെ നീളത്തിലിട്. നീളത്തിലിടും. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ. ഇനി ഇത് പിടിക്കും.
നീളത്തിലിട് ആ അങ്ങനെ ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ ശ്രീകുട്ടാ. ഓടി വന്നു അവന്. എന്നാ ഒന്നെടുത്തിട്ടോ അങ്ങനെ ഇങ്ങനെ ഇതിൽ പിടിക്കുന്ന ആ ആ ചിക്കൻ ഭർത്താവൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. നമ്മളിനി കഴിക്കാൻ പോകുകയാണ്. ശുചിക്കുട്ടൻ റെഡി ആയിരിക്കുന്നതാ. ശുചിക്കുട്ടൻ ഇടയിൽ കൂടെ എടുക്കുന്നതാ. ശുചിക്കുട്ടിന് ക്ഷമയില്ല. അതാ എല്ലാം ഒന്നും കഴിക്കാൻ മയോണൈസ് പറ്റില്ല മുക്കിയത്. ശുചിയാ. അവനിക്ക് പാത്രത്തിൽ 2-3 ഇട്ട് കൊടുക്ക്. ഞാനൊന്ന് കഴിക്കട്ടെ. സിജു ഇത് കഴിച്ചോ? സിജുവിന് ഇത് മാമാക്ക്. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലില്ല, മുള്ളില്ല, ഒന്നുമില്ല. ധൈര്യത്തിൽ കണ്ണും ചിമ്മി തിന്നാം. കുട്ടികൾക്കും തിന്നാം, വലിയവർക്കും തിന്നാം, വയസ്സന്മാർക്കും തിന്നാം.